എല്ലാവർക്കും പ്രിയാസ് കുക്കിംഗ് വേളിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സാമ്പാർ റൈസ് വയ്ക്കാം. ജോലിയുള്ളവർക്കൊക്കെ മുടക്ക് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കളയിൽ അധികം നേരം തിരിയാനുള്ള നേരം ഉണ്ടാവില്ല. ബാക്കിയുള്ള ജോലികളെല്ലാം വീട്ടുപണിയിലെല്ലാം ചെയ്യാനായിരിക്കും സമയം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്കലത്തെ പരിപാടി ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സാമ്പാർ റൈസ്. നമുക്ക് നല്ലൊരു റെസിപ്പിയാണ് അങ്ങനെയുള്ളവർക്ക്. പിന്നെ ബാച്ചിലേഴ്സിനും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. ഇത് നല്ലോണം കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അതല്ല വല്ല പൊട്ടറ്റോ ഫ്രൈയോ അല്ലെങ്കിൽ ഇതുപോലെ മീൻ ഫ്രൈയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി വയ്ക്കാനായിട്ടുണ്ടെങ്കിൽ പിന്നെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. അപ്പോൾ നമുക്ക് സാമ്പാർ റൈസ് വെക്കാനായിട്ട് ആദ്യം തന്നെ ഉള്ളി മാത്രം ഒന്ന് ചതച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് തൊലിയോട് കൂടിയിട്ടാണ് നമ്മൾ ചതയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് സ്പെഷ്യലായിട്ട് കാണിക്കുന്നത്. തൊലിയോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിന് ശേഷം 4 വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. 4 തന്നെ ആവശ്യമുള്ളൂ, അധികം വേണ്ട. ഇത് നല്ല വലിയ സൈസ് വെളുത്തുള്ളിയാണ്. അതൊരൊറ്റ ചത വീതം ഓരോന്നും ഇതുപോലെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത്രേ വേണ്ടോ. ഇനി നമുക്ക് സാമ്പാർ റൈസ് വെക്കാനുള്ള കുക്കർ എടുക്കുക. കുക്കർ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു റൈസിന് കഴിക്കാനായിട്ട്. ഇനി എണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. 1 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ കതിര് വേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള നല്ല വലിയ സൈസായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് തന്നെ ഇളക്കണ്ട കേട്ടോ. 10 സെക്കൻഡ് മാത്രമാണ് ഇളക്കണ്ടോ. ഈ സവാള ചില്ലി പരിവൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മാത്രം മതി. ഒന്ന് 10 സെക്കൻഡ് ഇളക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളിയാണ് 3 ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നാടൻ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പുളിയുള്ളതാണ്. നമ്മൾ വേറെ കോൽപ്പുളിയൊന്നും ഇതിൽ പിഴിഞ്ഞൊഴിക്കുന്നില്ല. ഈ തക്കാളിയുടെ പുളി മാത്രമാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. കോൽപ്പുളി വേണമെന്നുള്ളവർക്ക് തക്കാളി പുളി ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. അതിപ്പോഴല്ല, മസാലയൊക്കെ ചേർത്തതിന് ശേഷം. പിന്നെ ഇതാ ഞാനിവിടെ കായ കഷ്ണം തൊലിയോട് കൂടിയിട്ട് തന്നെ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുത്ത ഒരു 1/2 കഷ്ണം കായ, ഒരു കായ മുഴുവനായിട്ടില്ല, ഒരു വലിയ സൈസ് നേന്ത്രക്കായയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചുരക്കയും ഇതുപോലെ തന്നെ ഒരു ചുരക്കയുടെ പകുതി ഭാഗം. ചുരക്കയാണ് ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവട്ടെ കുമ്പളങ്ങയെക്കാട്ടും. ഒക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുക. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇത്തിരി വലുതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ സാമ്പാർ പൊടി 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ. നിറച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സാമ്പാർ പൊടിക്ക് എരിവൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വേറെ മുളക് പൊടി ഇതിൽ കാശ്മീരി ചില്ലി മാത്രം കുറച്ച് കളറിന് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം പൊടി ഇട്ടതിന് ശേഷം ഇപ്പോൾ ഇട്ടത് കാശ്മീരി ചില്ലിയാണ്. 1/2 ടീസ്പൂൺ കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരു 10 സെക്കൻഡ് തന്നെ അത് വഴറ്റേണ്ട ആവശ്യമുള്ളൂ. ആ ഉപ്പൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അത്രേ വേണ്ടോ. മസാല നമ്മൾ മുരിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു പച്ചപ്പിൽ തന്നെ അങ്ങനെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഞാനിവിടെ 6 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിയുടെ കണക്ക് കാണിച്ചു തരാം. 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് ഒന്ന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഉപ്പ് ഉണ്ടായിരിക്കണം കേട്ടോ. വെള്ളത്തിന് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അരിയും കൂടി ഇട്ടിട്ട് വേവുമ്പോൾ നല്ല ടേസ്റ്റ് പാകത്തിനാവുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് അവിടെ വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അരി കുതിർക്കാനൊന്നും വെക്കരുത്. അപ്പോൾ ഇതാ ഒരു 1/4 കപ്പ് സോനാ മസൂരിയുടെ അരിയാണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ സോനാ മസൂരിയുടെ തന്നെ വേണമെന്നില്ല. ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. പച്ചരി ഉണ്ടാവില്ലേ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ പച്ചരി ഉണ്ടാവുമല്ലോ, നമ്മൾ ദോശയ്ക്കൊക്കെ ഇടില്ല, റോ റൈസ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. അത് ഇട്ടാലും മതി ഇതിന് പകരം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെറൈറ്റി റൈസ്, ഇപ്പോൾ പൊന്നിയരി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പൊന്നിയരി എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇവിടെ 1/4 കപ്പാണ്. 1 കപ്പ് ആദ്യം ഇട്ട് പിന്നെ 1/4 കപ്പാണ് ഇട്ടത്. പിന്നെ അതിനൊപ്പം ഇതാ ഒരു 1/4 കപ്പ് പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ 1/2 കപ്പ് അരിയും പരിപ്പും കൂടിയിട്ട് 1/2 കപ്പാണ് ആകെ ഉള്ളത്. അപ്പോൾ 1 കപ്പ് റൈസിന് റൈസും പരിപ്പും കൂടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പിന് 4 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. 4 ഇരട്ടി വെള്ളം ഒഴിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അരിയുടെ നമുക്ക് പകുതി വേണമെങ്കിൽ പരിപ്പ് എടുക്കാം. പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ അങ്ങനെ എടുക്കില്ല. ഒരു 5ൽ 1 ഭാഗമാണ് പരിപ്പ് എടുക്കാറ്. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ടേസ്റ്റ് കൂടും കേട്ടോ പരിപ്പ് കൂടുതൽ ഇട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് വേറെ ആസിഡിറ്റി വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ
പാതി അളവിൽ അരി എടുക്കണതിൻ്റെ പകുതി അളവിൽ പരിപ്പെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴ എന്നുള്ളൊരു റൈസായിട്ടാണ് നമുക്ക് വരിക. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം എടുക്കുന്നുണ്ട്. 1 കപ്പിന് നമ്മൾ 4 ഇരട്ടി വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അപ്പോൾ ഒരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് ഈ റൈസും പരിപ്പും കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. കുറച്ച് 2 തണ്ട് മല്ലിയില കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മിക്സാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കുക വേണ്ട. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒറ്റ വിസിലാണ് അടുപ്പിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിപ്പോൾ എൻ്റെ നല്ല വേവുള്ള കുക്കറാണ്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കർ ചില കുക്കറുകൾ ചിലപ്പോൾ അങ്ങനെ വേവണ കുക്കറാവണമെന്നില്ല. എന്നാലും ഒറ്റ വിസിൽ തന്നെ അടിച്ചാൽ മതി. നല്ല വേവുള്ള കുക്കറാണെങ്കിൽ എൻ്റെ പെട്ടെന്ന് വേവണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റ വിസിലടിച്ചതിന് ശേഷം 1 മിനിറ്റ് അവിടെ വെച്ചു. അങ്ങനെ തന്നെ വെച്ചു അനക്കാണ്ട്. അതിന് ശേഷം അതിലത്തെ എയർ ഇതുപോലെ കളഞ്ഞിട്ടാണ് പിന്നെ തുറന്നെടുത്തത്. അപ്പോൾ തന്നെ നന്നായി വെന്തിട്ടുണ്ടാവും. ഇതങ്ങനെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലൂസായിട്ടിരിക്കും. നമ്മൾ സാമ്പാറൊക്കെ ഒഴിച്ച് കുഴച്ചാൽ എങ്ങനെ ഇരിക്കും ചോറ്, അതുപോലെ ഇരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരേണ്ടത്. അങ്ങനെയാണ് സാമ്പാർ റൈസ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇങ്ങനത്തെ റൈസ് വല്ലാണ്ട് പാകമായിട്ടുള്ള റൈസ് അങ്ങനത്തെ ഇഷ്ടമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ വയ്ക്കുക. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവായിരിക്കും. അപ്പോൾ ആ മല്ലിയില കുറച്ചും കൂടി ഇട്ടിട്ട് പിന്നെ വല്ലാണ്ട് ഇട്ട് ഇളക്കണ്ട, ഒന്ന് ജസ്റ്റ് മൂടി വെച്ചാൽ മതി. നമുക്ക് വിളമ്പുന്ന നേരത്തെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെറുതെ കൂട്ടി കഴിക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ അന്ന് കൊഴുവ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊഴുവ ഫ്രൈ ചെയ്തിട്ട് അതും കൂട്ടിയിട്ടാണ് കഴിച്ചത്. അല്ലെങ്കിൽ പൊട്ടറ്റോ വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് അതും ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കയ്പ്പക്കായ വറുത്തത് കൂട്ടി കഴിക്കാം. എന്തെങ്കിലും വറവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പപ്പടം കൂട്ടിയിട്ടോ തൈര് കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാം. തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് എല്ലാം ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.